ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോശുവയിൽ നിന്നുള്ള വിശ്വാസ പാഠങ്ങൾ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ ക്വാർട്ടറിലെ നമ്മുടെ പാഠപുസ്തകം നമ്മുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യത്തെ 3 പാഠങ്ങൾക്ക് ശേഷം ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് 4ാമത്തെ പാഠമാണ്. ആ പാഠത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് എല്ലാ സംഘർഷങ്ങൾക്കും പിന്നിലെ സംഘർഷം. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് കാണുന്ന ചെറുതും വലുതുമായ എല്ലാ സംഘർഷങ്ങളുടെയും അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നാം കണ്ടു വരുന്ന എല്ലാ യുദ്ധങ്ങളുടെയും എല്ലാ സംഘർഷങ്ങളുടെയും പിന്നിലുള്ള ആത്യന്തികമായ ഒരു വലിയ സംഘർഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ പാഠം നമ്മളോട് സംസാരിക്കുന്നത്. മനപ്പാഠവാക്യം യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇപ്രകാരം പറയുന്നു: യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് നമ്മുടെ പാഠം ആരംഭിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഈ നിമിഷം അടിയങ്ങളെല്ലാം അങ്ങയുടെ പാദങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയങ്ങളുടെ ജീവിതത്തിന് അങ്ങ് നൽകിയിരിക്കുന്ന ഈ വലിയ പാഠങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവേ, യോശുവയുടെ പുസ്തകത്തെ സംബന്ധിച്ച് അടിയങ്ങൾ പഠിക്കുമ്പോൾ എല്ലാ സംഘർഷങ്ങൾക്കും പിന്നിലെ ആ വലിയ സംഘർഷത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവമേ, അത് മനസ്സിലാക്കുവാൻ ശക്തിയും ബുദ്ധിയും വിവേകവും എല്ലാം ദൈവം നൽകുമാറാകണം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാം നേരത്തെ പഠിച്ചതുപോലെ യോശുവയുടെ പുസ്തകം ഒരു ചരിത്ര പുസ്തകമാണ്. മോശയ്ക്ക് ശേഷം ഇസ്രായേലിൻ്റെ നേതാവായി യോശുവ തൻ്റെ നേതൃത്വം തുടങ്ങുകയാണ്. അതിനുശേഷം യോർദാൻ കടന്ന് കാനാൻ പിടിച്ചടക്കുവാനായി തുടങ്ങുന്ന ഇസ്രായേൽ മക്കളുടെ ചരിത്രമാണ് യോശുവയുടെ ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലൂടെയാണ് ഈ ആഴ്ച നാം കടന്ന് പോകുവാനായി പോകുന്നത്. ഈ ആഴ്ചയിലെ പാഠം പഠിക്കുമ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ സംഘർഷങ്ങളുടെ എല്ലാം ആത്യന്തികമായ ആ വലിയ സംഘർഷം എന്താണ് എന്നും ആ സംഘർഷത്തിൽ നാം ആരുടെ പക്ഷത്താണ് എന്നും മനസ്സിലാക്കുവാൻ ഈ പാഠം നമ്മെ പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, യോശുവയുടെ പുസ്തകത്തിൻ്റെ ആദ്യ താളുകൾ മറിക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യ അവസാനം മുഴുവനും വായിച്ചു നോക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കളുടെ യുദ്ധം എല്ലാം നയിച്ചിരുന്നത് അത് ദൈവമായ യഹോവയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായി സാധിക്കും. യോർദാൻ മറികടന്നതാണെങ്കിലും, അതിനുശേഷം എരീഹോ പിടിച്ചടക്കിയതാണെങ്കിലും, അതിനുശേഷം അവർ ചെയ്യുവാൻ പോകുന്ന എല്ലാ യുദ്ധങ്ങളും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവമാണ് ചെയ്തത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ അവിടെ ഒരു ചോദ്യം നമ്മോട് ചോദിക്കുന്നുണ്ട്: സ്നേഹവാനായ ഒരു ദൈവം തന്നെയാണോ, അല്ലെങ്കിൽ എപ്പോഴും സ്നേഹത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന, തൻ്റെ സ്വഭാവം തന്നെ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പറയുന്ന ആ ദൈവം തന്നെയാണോ ഈ വലിയ യുദ്ധങ്ങൾക്കും പിന്നിലുള്ളത് എന്ന ചോദ്യം ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ അലട്ടുമായിരിക്കും. ഇന്നത്തെ പാഠത്തിലൂടെ നാം ഇപ്പോൾ കാണുവാൻ പോകുന്ന ഈ കൂട്ടക്കുരുതിയുടെയും ഈ യുദ്ധങ്ങളുടെയും പിന്നിലെല്ലാം യഥാർത്ഥത്തിൽ ക്രിസ്തുവേശുവും പൈശാചികനും തമ്മിലുള്ള ആ വലിയ പോരാട്ടമാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ മനസ്സുകളും ചിന്തകളും ഈ ചെറിയ യുദ്ധങ്ങളെക്കുറിച്ചല്ല, മറിച്ച് അതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തുവേശുവും പിശാചും തമ്മിലുള്ള ആ വലിയ പോരാട്ടമാണ് ഞാനും നിങ്ങളും കാണേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ
കർത്താവിൻ്റെ സൈന്യത്തിൻ്റെ സൈന്യാധിപൻ എന്നാണ് ഈ പാഠത്തിൻ്റെ തലക്കെട്ട്. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോശുവയ്ക്ക് തികച്ചും അപരിചിതനായ ഒരു സന്ദർശകൻ യോശുവയെ കാണുവാനായിട്ട് വരുന്ന ഭാഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ വാക്യം ഇപ്രകാരം പറയുന്നു: യോശുവ എരീഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി, ഒരു ആൾ കയ്യിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, യോശുവ നോക്കുമ്പോൾ തൻ്റെ നേരെ ഒരു വ്യക്തി നിൽക്കുന്നതായിട്ട്, ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. യോശുവ ആ വ്യക്തിയുടെ അടുക്കൽ പോയിട്ട് അവനോട് ചോദിക്കുകയാണ്, നീ എൻ്റെ പക്ഷക്കാരനാണോ അതോ ശത്രുപക്ഷക്കാരനാണോ എന്ന്. ഇതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഇസ്രായേൽ മക്കള് യോർദാൻ നദി മുറിച്ച് കടന്ന് എന്ത് ചെയ്യുന്നു, ആ ശത്രു രാജ്യത്തേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ആദ്യമായിട്ട് അവർക്ക് പിടിച്ചടക്കേണ്ടത് യെരിഹോ എന്ന് പറയുന്ന ഒരു മഹാനഗരമാണ്. മഹാനഗരം എന്ന് പറഞ്ഞാൽ വളരെ അടച്ചുറപ്പുള്ള ശക്തമായുള്ള കോട്ട മതിലിൻ്റെ അകത്ത് സുരക്ഷിതമായി നിൽക്കുന്ന ഒരു നഗരമാണ് യെരിഹോ നഗരം. നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു യുദ്ധം, പ്രിയപ്പെട്ടവരെ, ഒരു യുദ്ധത്തിന് വേണ്ടി ഉള്ള തന്ത്രമോ അല്ലെങ്കിൽ പരിജ്ഞാനമോ ഒന്നും അവർക്ക് നേരത്തെ പഠിക്കേണ്ടിയിരുന്നില്ല. കാരണം മിസ്രയീമിൻ്റെ അടിമത്തത്തിലായിരുന്നപ്പോഴും അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുമ്പോഴും ഒന്നും ഒരു വലിയ യുദ്ധത്തിലേക്കൊന്നും ഇസ്രായേൽ മക്കൾ കോപ്പ് കൂട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശക്തമായി അടച്ച് ഉറപ്പാക്കിയിരിക്കുന്ന ഒരു നഗരത്തെ എങ്ങനെ ഭേദിക്കണമെന്നുള്ള യുദ്ധതന്ത്രമോ പരിജ്ഞാനമോ അല്ലെങ്കിൽ പരിചയ സമ്പത്തോ ഒന്നും ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായിരുന്നില്ല. ആ യെരിഹോ നഗരത്തിൻ്റെ ആ മതിൽ കണ്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണ് യോശുവിൻ്റെ അടുക്കലേക്ക് ഈ അപരിചിതനായ ഒരു വ്യക്തി വരുന്നത്. നമുക്ക് നോക്കാം ആരായിരുന്നു ആ വ്യക്തി എന്ന്. യോശു ചോദിക്കുന്നു, നീ ആരാണ്? നീ എൻ്റെ പക്ഷക്കാരനാണോ ശത്രുപക്ഷക്കാരനാണോ എന്ന് ചോദിക്കുന്നു. പക്ഷേ അതിന് വ്യക്തമായ ഒരു ഉത്തരം ആ വ്യക്തി നൽകുന്നില്ല. മറിച്ച് ആ വ്യക്തിയുടെ ഉത്തരത്തിലൂടെ ആ വന്നിരിക്കുന്ന വ്യക്തി ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. 14-ാമത്തെ വാക്യം പറയുന്നു, അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ നിന്റെ പക്ഷക്കാരനുമാണെന്നോ അല്ലെങ്കിൽ ശത്രുപക്ഷക്കാരനാണെന്നോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കൊടുക്കാതെ ആ വ്യക്തി ഇപ്രകാരം പറയുന്നു, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി വന്നിരിക്കുന്നു, അല്ലെങ്കിൽ യഹോവയുടെ സൈന്യാധിപതിയായി വന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ യോശുവ അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് ചോദിക്കുകയാണ്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത്? അതിന് പ്രത്യുത്തരമായി ഈ വ്യക്തി ദൂതൻ പറയുകയാണ്, യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയാകുന്നു എന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും യോശുവയോട് ഈ ദൂതൻ പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ ചെരുപ്പ് എന്ത് ചെയ്യണം? നീ അഴിച്ചു കളയണം. ഈ വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ യോശുവയുടെ മുൻപിൽ വന്നിരിക്കുന്നത് മറ്റാരുമല്ല, യേശുക്രിസ്തുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യം നാം വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം 2 രാജാക്കന്മാർ 6-ാം അധ്യായം 8 മുതൽ 17 വരെ വായിക്കുമ്പോൾ നമുക്ക് ആ സൈന്യാധിപന്റെ സൈന്യത്തെ കാണുവാൻ സാധിക്കും. ആ വാക്യം ഇങ്ങനെ പറയുന്നത്, പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. എലീശയെ സഹായിക്കുവാനായി ദൈവത്തിൻ്റെ സൈന്യാധിപൻ വരുമ്പോൾ ആ സൈന്യത്തെ കാണുവാനായി തൻ്റെ ബാല്യക്കാരൻ്റെ കണ്ണ് തുറപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥന എലീശ പ്രാർത്ഥിച്ചു. അപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചത് അവരുടെ ചുറ്റും നിൽക്കുന്ന ഒരു വലിയ സൈന്യത്തെയാണ്. ശേഷം
നെഹമ്യാ പ്രവാചകൻ 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നു, നീ മാത്രം യഹോവയാകുന്നു, നീ ആകാശത്തെയും സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ സർവ്വലോകത്തിൻ്റെയും സൃഷ്ടിതാവായിരിക്കുന്ന, നമ്മുടെ എല്ലാം ഉടയവനായിരിക്കുന്ന, നമ്മുടെ എല്ലാം സൈന്യാധിപനായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ മാനുഷികമായ അവതാരത്തിനു മുമ്പ് യോശുവയെ സഹായിക്കുവാനായി അവിടെ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു സൈന്യാധിപനായി യെരീഹോ പിടിച്ചടക്കുവാൻ യോശുവയെ സഹായിക്കുവാൻ വേണ്ടി എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അത് കേവലം ഇസ്രായേൽ മക്കളും യെരീഹോവും തമ്മിലുള്ള ഒരു യുദ്ധമല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതിന് യോശുവ മാത്രം മതിയായിരുന്നു. അതിൻ്റെയും പിന്നിൽ, അതിൻ്റെയും പശ്ചാത്തലത്തിൽ വലിയ ഒരു സംഘർഷം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ യഹോവ തൻ്റെ സൈന്യാധിപനായ ക്രിസ്തുയേശുവിനെ തന്നെ ഈ യുദ്ധം നയിക്കുവാനായി അയച്ചിരിക്കുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ യുദ്ധങ്ങളെല്ലാം ഇപ്പോൾ പിടിച്ചടക്കാൻ പോകുന്ന യെരീഹോ മുതൽ ഇസ്രായേൽ മക്കൾ നേരിടാൻ പോകുന്ന ഓരോ യുദ്ധങ്ങളും യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവും പൈശാചികനും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിൻ്റെ ചില അധ്യായങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ വരുമ്പോൾ, ആത്മീയമായി മാനസികമായി പലവിധമായ യുദ്ധങ്ങളിലൂടെ നമ്മളും കടന്നു പോകുമ്പോൾ, ദൈവത്തിൻ്റെ സുവാർത്ത ഇതാണ്: നമ്മെ സഹായിക്കുവാനായി, അന്ന് യോശുവയെ സഹായിക്കുവാനായി വന്ന അതേ സൈന്യാധിപൻ നമ്മെ സഹായിക്കുവാനായും നമ്മുടെ മുൻപിലും തീർച്ചയായിട്ടും എത്തുമെന്നത്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മുടെ മഹാപ്രഭുവായ, നമ്മുടെ സൈന്യാധിപനായ യേശു ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടിയും യുദ്ധം ചെയ്യും എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ എല്ലാം തുടക്കത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദ്യത്തെ യുദ്ധം ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവരുടെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടിയതായി വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം പറയുന്നു. ശേഷം വായിക്കുമ്പോൾ ആ യുദ്ധത്തിൽ സാത്താൻ ലൂസിഫർ തോറ്റുപോകുന്നതും അവനെ വെട്ടി താഴേക്കിടുന്നതുമെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനുശേഷം ഏഷ്യാവിൻ്റെ പ്രവചന പുസ്തകവും യെഹെസ്കേലിൻ്റെ പ്രവചന പുസ്തകവും എല്ലാം പഠിക്കുമ്പോൾ ആ ലൂസിഫർ ആരായിരുന്നുവെന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ വെട്ടേറ്റ് നിലത്ത് വീണത് എന്ന് വ്യക്തമായിട്ട് ഈ പ്രവാചകന്മാർ നമ്മളോട് പറയുന്നുണ്ട്. നമുക്ക് ആദ്യമേ ചിന്തിക്കാം, ലൂസിഫർ എന്തിനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ സ്വർഗത്തിൽ ദൈവത്തോട് ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടിയത് എന്ന്. നമുക്കറിയാം, ദൈവം നമ്മെ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സവിശേഷകരമായ ഒരവകാശം നൽകിയിരുന്നു. അത് മറ്റൊന്നുമല്ല, തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം. അന്ന് സ്വർഗത്തിലുണ്ടായിരുന്ന അനേകായിരം ജീവികൾക്കും ദൂതന്മാർക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജീവികൾക്കും ദൈവം ഈ തിരഞ്ഞെടുപ്പിൻ്റെ അവകാശം നൽകിയിരുന്നു. ദൈവത്തിന് ഹിതകരമായതോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം എന്താണോ, അങ്ങനെ ഈ 2 കാര്യങ്ങളിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. ലൂസിഫറിനും അന്നുണ്ടായിരുന്ന സകല ദൂതന്മാർക്കും ഇതേ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ ലൂസിഫർ അവിടെ എന്ത് ചെയ്തു? അവൻ്റെ ഈ സ്വാതന്ത്ര്യം വളരെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോഴും അതിനുശേഷം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോഴുമെല്ലാം നമുക്ക് ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായി സാധിക്കും. ലൂസിഫർ അവൻ ദൈവത്തിനു മീതെ തൻ്റെ സിംഹാസനം സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. അതിനാഗ്രഹിക്കുക മാത്രമല്ല, അന്നുണ്ടായിരുന്ന ദൂതന്മാരോട് സംസാരിച്ച് അവരെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കുവാനും ഇതേ ലൂസിഫറിന് കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് അന്നത്തെ ദൂതന്മാരിൽ 1/3 ദൂതന്മാരെ ലൂസിഫർ സ്വാധീനിച്ച് ദൈവത്തോട് ഒരു യുദ്ധം ലൂസിഫർ ചെയ്യുന്നത്.
പക്ഷേ അതിൻ്റെ ഫലം നമുക്കറിയാം. ലൂസിഫറിനെ വെട്ടി താഴെയിടുന്നു. തൻ്റെ പ്രവചന പുസ്തകത്തിൽ യെശയ്യാ പ്രവാചകൻ 14-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം സ്വർഗത്തിൻ്റെ നക്ഷത്രങ്ങൾക്കും മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്ന് അരുളും. ശേഷം പറയുന്നു: ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ലൂസിഫറിൻ്റെ ഹൃദയ വിചാരങ്ങളെയാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. അവൻ്റെ സ്ഥാനം ദൈവത്തിനും മീതെ വയ്ക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും: മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയായിരുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. ഈ രണ്ട് ഭാഗങ്ങൾ വായിക്കുമ്പോൾ ചിലർ പറയുന്നുണ്ട് ഇത് ബാബിലോണിലെയും അല്ലെങ്കിൽ സോറിലെയും ചില രാജാക്കന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ ഭരണാധികാരികളെ കുറിച്ചാണോ പറയുന്നത് എന്ന്. പക്ഷെ തീർച്ചയായിട്ടും യെശയ്യാ പ്രവാചകൻ ഇവിടെ ഒരു ഉപമയിലൂടെ നമുക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഭൂമിയിലെ സ്വാർത്ഥരായ നിഗളികളായ രണ്ട് രാജാക്കന്മാരെ സദൃശ്യപ്പെടുത്തിക്കൊണ്ട് ലൂസിഫറിനെ യഥാർത്ഥത്തിൽ യെശയ്യാ പ്രവാചകൻ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരുന്നതായിട്ട് ഈ ഭാഗം രേഖപ്പെടുത്തുന്നു. അതിനുശേഷം സോറിലെ രാജാവ് ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. അതിനുശേഷം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ കെരൂബായിരുന്നു. അവൻ മാതൃകാ മോതിരമായിരുന്നു, സമ്പൂർണനായിരുന്നു. ഇതൊന്നും മനുഷ്യരായ രണ്ട് രാജാക്കന്മാർക്ക് ചേരുന്ന വിശേഷണങ്ങളല്ല. ഒരു രാജാക്കന്മാരും അവർ സമ്പൂർണരായിരുന്നില്ല, അവർ കെരൂബുകളായിരുന്നില്ല. അവരുടെ സാന്നിധ്യം ഒരിക്കലും ഏദനിൽ കാണുവാൻ സാധിക്കുകയില്ല, സമാഗമ പർവ്വതത്തിലും കാണുവാൻ സാധിക്കുകയില്ല. അപ്രകാരം ചിന്തിക്കുമ്പോൾ കേവലം മനുഷ്യരായ രണ്ട് രാജാക്കന്മാരെ കുറിച്ചല്ല, മറിച്ച് ഈ രാജാക്കന്മാരിലൂടെ യഥാർത്ഥത്തിൽ ലൂസിഫറിനെ തന്നെയാണ് യെശയ്യാ പ്രവാചകൻ നമുക്ക് മുൻപിൽ വരച്ച് കാട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്യന്തികമായി ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും ഒരു വീഴ്ച ഭവിച്ച ലോകത്തിൽ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ദൈവത്തിൻ്റെ വൻ പോരാട്ടമാണ് ആ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന ആദ്യത്തെ യുദ്ധം മുതൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ യുദ്ധങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ സ്നേഹവാനായ ഒരു ദൈവത്തിന് ഇത്രയും രക്തച്ചൊരിച്ചിലുള്ള ഒരു യുദ്ധത്തിന് എങ്ങനെ ആഹ്വാനം ചെയ്യുവാൻ സാധിക്കും? അല്ലെങ്കിൽ ഇത്രയേറെ മനുഷ്യരുടെ കൂട്ടക്കുരുതി നടക്കുന്ന ഒരു യുദ്ധത്തിന് എങ്ങനെ നമ്മുടെ സ്നേഹമുള്ള ദൈവത്തിന് സൈന്യാധിപനാകുവാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കേണ്ടത് വീഴ്ച ഭവിച്ച ഒരു ലോകത്തിനെ പുനഃസ്ഥാപിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ യുദ്ധങ്ങളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നാം കണ്ടിരിക്കേണ്ടത്. നമ്മുടെ സർവ്വ സൈന്യാധിപനായ ക്രിസ്തുവേശുവിനെ കണ്ടു. ഇനി നാം പഠിക്കുവാൻ പോകുന്നത് കർത്താവ് ഒരു യോദ്ധാവാണ് എന്ന തലക്കെട്ടോടു കൂടിയ പാഠഭാഗമാണ്. നമുക്ക് നോക്കാം എപ്രകാരമാണ് നമ്മുടെ യോദ്ധാവായ നമ്മുടെ ദൈവം നമ്മെ രക്ഷിക്കുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ വലിയ കാലം അടിമത്തത്തിലായിരുന്നു. മിസ്രൈമർ യഥാർത്ഥത്തിൽ ഇസ്രായേൽ മക്കളെ ശാരീരികമായും മാനസികമായും എല്ലാം ചൂഷണം ചെയ്തുകൊണ്ടേയിരുന്നു. നമുക്കറിയാം അതിൻ്റെ കാരണം എന്തൊക്കെയാണ് എന്നല്ലേ. ദൈവത്തിൻ്റെ കൽപ്പനകളെ ഇസ്രായേൽ മക്കൾ മറന്നുപോയപ്പോൾ ഒരു ശിക്ഷാവിധിയായിട്ടാണ് അവർക്ക് ഈ അടിമത്ത ജീവിതം ദൈവം കൊടുത്തത്. പക്ഷേ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഏറെ നാൾ കഴിഞ്ഞ് മിസ്രൈം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. അടിമത്ത ജീവിതം ഇസ്രായേൽ മക്കളെ വളരെ അധികം ഞെരുക്കി. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവർ എന്ത് ചെയ്തു? അവർ ദൈവത്തോട്, ഈ അടിമത്ത ജീവിതം കാരണം അവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തി. ദൈവം അവരുടെ നിലവിളി കേട്ട്
തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളെ, നിയമങ്ങളെ ഓർത്ത് ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. ഒരു തെറ്റിൽപ്പെട്ട് അവർ അതിൻ്റെ ശിക്ഷയ്ക്കായി ശിക്ഷയിലൂടെ കടന്നുപോയി. അങ്ങനെ കുറേ അധികം നാളുകൾ അവർ ശിക്ഷാവിധിയിലായിരുന്നു. ഇപ്പോൾ ഇതേ ഇസ്രായേൽ മക്കൾ തൻ്റെ തെറ്റുകളെയെല്ലാം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ നമ്മുടെ യോദ്ധാവായ ദൈവം അതേ ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ട് അവരെ കടാക്ഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവരെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്കറിയാം, ദൈവം തന്നെ അവരെ രക്ഷിക്കുവാനായി മിസ്രൈമിനോട് ഒരു വലിയ യുദ്ധം തന്നെ ചെയ്തു, അല്ലേ? 10 ബാധകളിലൂടെ യഥാർത്ഥത്തിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു വലിയ യുദ്ധം തന്നെയാണ് ചെയ്തത്. പുറപ്പാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം 12-ാമത്തെ വാക്യപ്രകാരം പറയുന്നു, ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തുകൂടി കടന്നു പോകും. മിസ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യോദ്ധാവായ ദൈവം അന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാനായി എന്ത് ചെയ്യുന്നു? സംഹാരകനായി വരികയാണ്. അവിടെ പറയുന്നത് അവൻ മിസ്രൈമ്യരുടെ കടിഞ്ഞൂലുകളെ മാത്രമല്ല സംഹരിക്കുവാൻ പോകുന്നത്, മറിച്ച് എന്താണ്? അവിടെയുള്ള ദേവന്മാരെയും അവിടെയുള്ള പിശാചുക്കളുടെ എല്ലാവരുടെയും മേല് യോദ്ധാവായ ദൈവം ന്യായവിധി നടത്തുവാൻ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ മിസ്രൈമിലെ അടിച്ചമർത്തൽ അല്ലെങ്കിൽ ആ ശക്തിക്കും അന്യായമായ സാമൂഹിക വ്യവസ്ഥയ്ക്കും എതിരായിട്ട് കർത്താവ് നിലകൊണ്ടു. ഒരു തരത്തിലും മിസ്രൈമ്യരുടെ പാപങ്ങളെ ദൈവം വകവച്ചില്ല. നമുക്കറിയാം, നമ്മുടെ ദൈവം ഒരിക്കലും പാപത്തോട് ഒരു അനുരഞ്ജനത്തിൽ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. എല്ലായ്പ്പോഴും ഏതു സമയത്തും ദൈവം പാപവുമായി ഒരു വലിയ യുദ്ധത്തിൽ തന്നെയാണ്. ഒരിക്കലും കർത്താവ് പാപത്തെ വെച്ചു പൊറിപ്പിക്കുകയില്ല. വീണുപോയ മാലാഖമാരും അതുപോലെ തന്നെ തീർച്ചയായും വീണ്ടെടുക്കുവാൻ ആവാത്ത വിധത്തിൽ പാപത്താൽ മലിനപ്പെട്ടു പോയി എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യരും ആ യോദ്ധാവായ ദൈവത്തിൻ്റെ കോപത്തിൽ നശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. നാം ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പാപം പ്രവേശിച്ചാൽ ഒരിക്കലും ആർക്കും നിഷ്പക്ഷമായി നിലകൊള്ളുവാൻ കഴിയുകയില്ല. യോശുവ ആ ദൂതനോട് ചോദിച്ചതുപോലെ, നീ എൻ്റെ പക്ഷത്താണോ അതോ ശത്രുപക്ഷത്താണോ? തീർച്ചയായിട്ടും മനുഷ്യരായ നാം എല്ലാവരും ഒരു പക്ഷത്ത് നിലയുറപ്പിക്കേണ്ടി വരും. അത് ഒന്നുകിൽ പിശാചിൻ്റെ പക്ഷത്തായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്ഷത്തായിരിക്കും. ഈ 2 പക്ഷത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നാം നില ഉറപ്പിക്കേണ്ടി വരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. ഇവിടെ ഈ ഒരു പശ്ചാത്തലം മനസ്സിൽ വെച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ, കാനാന്യരുടെ ഉന്മൂലനാശം എന്ന് പറയുന്നത് ആ അന്തിമ ന്യായവിധിയുടെ മുന്നോടിയായിട്ട് നാം കാണേണ്ടതാണ്. യോശുവ ആ ദൂതനോട് നീ ആരുടെ പക്ഷത്ത് എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ദൂതൻ യോശുവയോട് ഒരു മറുചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്താ ചോദിക്കുന്നത്? ശരിക്കും യോശുവയുടെ പക്ഷത്താണോ അല്ലോ എന്നുള്ളതല്ല ചോദ്യം, മറിച്ച് എന്താണ്? നാം അവനെ രക്ഷിക്കുവാൻ വന്ന സൈന്യാധിപനായ യേശുവിൻ്റെ പക്ഷത്താണോ നീ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളോട് ദൈവം ചോദിക്കും. ഈ അവസാന കാലത്ത് നാം ആരുടെ പക്ഷത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് നാം തീർച്ചയായിട്ടും ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശം പിടിച്ചടക്കേണ്ടുന്നത് ഒരിക്കലും ഒരു യുദ്ധത്തിലൂടെയാണ് എന്ന്, അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ ആവണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നില്ല. ഇസ്രായേൽ മക്കളെ കൊണ്ട് ഒരു യുദ്ധവും ചെയ്യിക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. പലപ്പോഴും അവരുടെ പാപം മൂലമാണ് അവർക്ക് പല യുദ്ധങ്ങളിലും പങ്കാളികളായി തീരേണ്ടി വന്നിരുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പിൻവശത്ത് തങ്ങളെ കൊല്ലുവാനായി മിസ്രൈമിൻ്റെ സൈന്യം വരുന്നു. മുൻപിൽ ചെങ്കടൽ അവർക്ക് മുമ്പിൽ ഒരു വലിയ തടസ്സമായിട്ട് നിൽക്കുന്നു. ആ സമയത്ത് ജനമെല്ലാം പതറുമ്പോൾ, പലപ്പോഴും മോശയ്ക്കും അതുപോലെ തന്നെ ദൈവത്തിനുമെതിരായി പിറുപിറുക്കുമ്പോഴെല്ലാം ദൈവം അവർക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്തുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അന്ന് മോശ ആ ദൈവമക്കളോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇന്ന് നിങ്ങൾ കാണുന്ന
ഈ മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല എന്ന് പറഞ്ഞാണ്. പ്രിയപ്പെട്ടവരെ, മോശയ്ക്ക് ദൈവത്തിന്മേൽ അത്ര വിശ്വാസമുണ്ടായിരുന്നു. അവൻ്റെ കീഴിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി പിറുപിറുത്തപ്പോൾ, നീ ഞങ്ങളെ ഈ മരുഭൂമിയിൽ വെച്ച് കൊല്ലുവാൻ വേണ്ടിയാണോ കൊണ്ടുവന്നിരിക്കുന്നത്? മുൻപിൽ ചെങ്കടൽ വാ പിളർന്നു നിൽക്കുന്നു, പിൻപിൽ മിസ്രൈമ്യ സൈന്യം നമ്മെ ആക്രമിക്കുവാൻ വരുന്നു, നമുക്ക് ഇനി രക്ഷയില്ല, നമ്മളിവിടെ മരിക്കുവാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞ് മോശയ്ക്കും അതുപോലെ തന്നെ ദൈവത്തിനും എതിരെ പിറുപിറുക്കുമ്പോൾ മോശ അവരോട് പറഞ്ഞത്, മിണ്ടാതിരുന്ന് ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന രക്ഷയെ കാണുവിൻ എന്നാണ്. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ കാണുകയില്ല എന്നും മോശ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് തീർച്ചയായിട്ടും ദൈവം തന്നെയായിരുന്നു. അന്ന് ചെങ്കടൽ സമയത്താണെങ്കിലും, അതിനുശേഷം യോർദാന് മുൻപിലാണെങ്കിലും, അതിനുശേഷമുള്ള ഓരോ സമയങ്ങളിലും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കർത്താവാണ് പോരാടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. ഇസ്രായേലർ ഒരു യുദ്ധത്തിലൂടെ വാഗ്ദത്ത ഭൂമി നേടണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. മറിച്ച് സമ്പൂർണമായ സമർപ്പണത്തിലൂടെയും അല്ലെങ്കിൽ ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസത്തിലൂടെയുമാണ് ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാട് കൈവശമാക്കേണ്ടിയിരുന്നത്. പക്ഷെ പലപ്പോഴും ദൈവം വിഭാവനം ചെയ്ത ആ പദ്ധതികൾ ഇസ്രായേൽ മക്കൾ അവരുടെ അവിശ്വാസം കൊണ്ട് എന്ത് ചെയ്തു? പരാജയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇസ്രായേലിന് ദൈവത്തിൽ മതിയായ വിശ്വാസം എന്ത് ചെയ്യുന്നില്ല, ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇസ്രായേലിന് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്ന ഓരോ സമയങ്ങളിലും അവർക്ക് ഒരു ദേശം പിടിച്ചടക്കുവാനായി ഒരു തുള്ളി വിയർപ്പ് പോലും പൊഴിക്കേണ്ടി വന്നിരുന്നില്ല. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറയുന്നത് പോലെ ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ അചഞ്ചലമായി വിശ്വാസം വെച്ചിരുന്ന എല്ലാ സമയത്തും ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പോരാട്ടങ്ങളും അല്ലെങ്കിൽ യുദ്ധങ്ങളും എല്ലാം വരുമ്പോൾ തീർച്ചയായിട്ടും യോശുവയെ സഹായിച്ച യഹോവയുടെ സർവ്വസൈന്യാധിപൻ, യോശുവയുടെ മുൻപിൽ വന്ന അതേ ക്രിസ്തുയേശു തന്നെ, യോദ്ധാവായ അതേ ദൈവം തന്നെ നമുക്ക് വേണ്ടിയും യുദ്ധം ചെയ്യും. നാം ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം അർപ്പിക്കുക. ദൈവത്തിന് നമ്മെ തന്നെ സമ്പൂർണ്ണമായി എന്ത് ചെയ്യണം? സമ്പൂർണ്ണമായി നമ്മെ തന്നെ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം തീർച്ചയായിട്ടും പോരാടും, യുദ്ധം ചെയ്യും. അടുത്ത ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും 2 യുദ്ധ വിവരണങ്ങൾ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിന് ശേഷം ഇസ്രായേൽ ആദ്യമായി യുദ്ധം ചെയ്തതാണ് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമാലേക്കർക്കെതിരെ അവർ യുദ്ധം ചെയ്യുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. മിസ്രൈമിൽ നിന്ന് മോചനം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ മക്കൾ അവർ ദൈവത്തോട് പിറുപിറുക്കുവാൻ തുടങ്ങി. അവരുടെ ഇടയിൽ അവരെപ്പോഴും കണ്ടുവന്നിരുന്ന, അവരെപ്പോഴും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പോലും എന്ത് ചെയ്യുന്നു? അവർ ഈ സമയത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അമലേക്കർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ വരുന്നത്. യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ് അമലേക്കരെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇസ്രായേൽ നഷ്ടപ്പെട്ട ദൈവത്തിലുള്ള വിശ്വാസം വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ഈ യുദ്ധത്തിന് ദൈവം അനുവദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇസ്രായേൽ മക്കൾ യുദ്ധങ്ങൾ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്: ഒരിക്കലും അവരുടെ ശക്തിയോ ബലമോ ഒന്നുമല്ല ഒരു യുദ്ധങ്ങളിലും അവരെ ജയിപ്പിക്കുന്നത്. എരീഹോ പിടിച്ചടക്കുമ്പോൾ നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ഉള്ള യുദ്ധത്തിൽ നിന്നും എരീഹോ പിടിച്ചടക്കുവാനുള്ള യുദ്ധത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, എരീഹോ പിടിച്ചടക്കുമ്പോൾ ഒരു തുള്ളി വിയർപ്പ് പോലും എന്ത് ചെയ്തില്ല? ഇസ്രായേൽ മക്കൾക്ക് പൊഴിക്കേണ്ടി വന്നിരുന്നില്ല. അവരുടെ ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾ നഗരത്തെ ഓരോ ദിവസവും ഓരോ പ്രാവശ്യം ചുറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ 7-ാമത്തെ പ്രാവശ്യം അവർ 7 പ്രാവശ്യം ചുറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ 7-ാമത്തെ പ്രാവശ്യം ചുറ്റുമ്പോൾ
പുരോഹിതന്മാർ ആർപ്പിടുന്നു, പുരോഹിതന്മാർ കാഹളമൂതുന്നു. ജനങ്ങൾ ആർപ്പിടുമ്പോൾ എന്ത് ചെയ്യും? യെരിഹോവിൻ്റെ മതിലിടിഞ്ഞു വീഴും. യെരിഹോവിൻ്റെ ആ ശക്തമായ മതിൽ ഇടിച്ചു വീഴ്ത്തുവാനായി ഒരു ഇസ്രായേലിനും ഫിസിക്കലായി അല്ലെങ്കിൽ ശാരീരികമായി ഒരു പ്രയത്നവും ചെയ്യേണ്ടി വന്നിരുന്നില്ല. അവർ ചെയ്ത ഒരേ ഒരു കാര്യം, അവർ ദൈവത്തിൻ്റെ വചനത്തിൽ, വാഗ്ദാനത്തിൽ വിശ്വസിച്ചു. അവരെ തന്നെ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കൈകളിൽ ഭരമേൽപ്പിച്ചു. ആ വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ശാരീരികമായ ഒരു പ്രയത്നവും വേണ്ടാതെ യെരിഹോ നിഷ്പ്രയാസം കീഴടക്കുവാൻ അവർക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന യുദ്ധങ്ങളിലും നാം ഒരു യുദ്ധവും ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം വിശ്വാസത്തോടു കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മെ തന്നെ ദൈവത്തിൻ്റെ കൈകളിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുമെന്നാണ് ഈ ഭാഗവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നാം നേരത്തെ കണ്ടതുപോലെ യോശുവയുടെ ഈ പുസ്തകം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ ചരിത്രമാണ്. അവർ വാഗ്ദത്ത നാട് കീഴടക്കുന്നതിൻ്റെ വിശാലമായ ചരിത്രമാണ് യോശുവ പറയുന്നത്. ഈ പുസ്തകത്തിലുടനീളം നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്, ഈ യുദ്ധം തുടങ്ങുന്നതോ, യുദ്ധം ചെയ്യുന്നതോ, യുദ്ധം വിജയകരമായി അവസാനിപ്പിക്കുന്നതോ ഒരു ഇസ്രായേലിനുമല്ല. അതെല്ലാം നമ്മുടെ ദൈവമായ യഹോവ തന്നെയാണ്. നമ്മുടെ ദൈവം തന്നെയാണ് നമുക്ക് വേണ്ടി യുദ്ധങ്ങൾ തുടങ്ങുന്നതും യുദ്ധം ചെയ്യുന്നതും അത് വിജയകരമായി അവസാനിപ്പിക്കുന്നതും. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം പ്രതീക്ഷിക്കുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായ പ്രയത്നമല്ല, നമ്മുടെ അധ്വാനമല്ല, നമ്മുടെ വിയർപ്പോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുക എന്ന് മാത്രമാണ്. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നാം അവനിൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം യുദ്ധങ്ങളും പോരാട്ടങ്ങളും വന്നാലും അതെല്ലാം ആത്യന്തികമായി നന്മയ്ക്കും തിന്മയ്ക്കും എതിരെയുള്ള, അല്ലെങ്കിൽ അതെല്ലാം നന്മയ്ക്കും തിന്മയ്ക്കും തമ്മിലുള്ള, ക്രിസ്തുവേശുവും പൈശാചികവും തമ്മിലുള്ള ആ വലിയ സംഘർഷത്തിൻ്റെ ഒരേട് മാത്രമാണ് എന്ന് മനസ്സിലാക്കി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവത്തെ അനുവദിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭാഗം അവസാനിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന അടിയങ്ങളുടെ സൈന്യാധിപനായ ദൈവമായ യഹോവേ, ഈ നിമിഷം അടിയങ്ങളെല്ലാം തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി വരമേൽപ്പിക്കുന്നു. കർത്താവേ, അടിയങ്ങളും ഒരു വലിയ യുദ്ധക്കളത്തിലാണ്. എന്നാൽ അടിയങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അങ്ങ് ഇറങ്ങി വന്നിരിക്കുന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ വിശ്വാസ ജീവിതത്തിൽ അനുഭവിക്കുന്ന യുദ്ധങ്ങൾക്കും പോരാട്ടങ്ങൾക്കുമെല്ലാം ശാശ്വതമായി ആത്യന്തികമായ ഒരു പരിഹാരമുണ്ട് എന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങ് അടിയങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന യുദ്ധങ്ങൾ വിജയിച്ച് ദൈവമേ അങ്ങയോടൊപ്പമായി തീരുവാൻ അങ്ങ് അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. എപ്പോഴും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അനുസരിക്കുവാനും ദൈവത്തിന് മുൻപിൽ സമ്പൂർണ്ണമായി കീഴടങ്ങിയിരിക്കുവാനും അങ്ങ് അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.